നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കുറച്ച് മുരിങ്ങക്കായ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് സാവിച്ച് കൊണ്ടുവന്നത് അതൊക്കെ. അപ്പം നമുക്ക് ഇതുകൊണ്ട് കറി വെച്ചാലോ? അപ്പം നമുക്ക് ഇതുകൊണ്ടേ മാങ്ങയും കുമ്പളങ്ങയും പരിപ്പും മുരിങ്ങക്കായും ഒക്കെ കൂടി ഒരു കറി വയ്ക്കാം അല്ലേ? ഓക്കെ. പൂ കാണണ്ടേ നമ്മുടെ? നോക്കൂ, വരൂ. പൂവൊക്കെ കൊഴിഞ്ഞു തുടങ്ങിട്ടാ. പൂവൊക്കെ കൊഴിഞ്ഞു തുടങ്ങി. കണ്ടോ? വിളിക്കുമ്പോ പുഷ്പവൃഷ്ടി. എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. അപ്പം നമുക്ക് വയ്ക്കാൻ തുടങ്ങാം കേട്ടോ കൂട്ടാൻ. അതിനായിട്ട് 2 വാളം തുവരപ്പരിപ്പ് എടുത്ത് വെള്ളത്തിലിട്ടൊന്ന് കഴുകണം. നന്നായിട്ടൊന്ന് കഴുകിക്കൊണ്ടുവരാം കേട്ടോ. കഴുകാം അല്ലേ? ഇത്രേ ഉള്ളൂ കേട്ടോ. 2 വാളം ഇതാ കഴുകി അത് കുക്കറിൽ ഇടാം. പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം കേട്ടോ. ഇത്തിരി വെള്ളം കൂടി വേണം. ഇതാ കുറച്ചും കൂടി ഒഴിച്ചു. ഞാൻ അടച്ചു. അടുപ്പത്ത് വയ്ക്കാം ഒരു 2 വിസിൽ. അപ്പോഴേക്കും അത് വേവും. വെച്ചു, അടുപ്പത്ത് വെച്ചു. 2 വിസിലാവട്ടെ. അപ്പോഴേക്കും നമുക്ക് കഷ്ണം നുറുക്കാം കേട്ടോ. കുമ്പളങ്ങ ഒരു കഷ്ണം പോരാ, കുറച്ചും കൂടി എടുക്കാം അല്ലേ? കുറച്ചും കൂടി എടുക്കാം. ഇത് തൊലിയൊക്കെ കളഞ്ഞ് ചോറ് കളഞ്ഞ് നുറുക്കി വയ്ക്കാം. പിന്നെ ഈ മുരിങ്ങക്കായ ഒരു 3 എണ്ണം. ഇതാ വെന്തു കേട്ടോ. പരിപ്പ് വെന്തു കണ്ടോ? കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. വെള്ളം തീരെ കുറവാണ്. കഷ്ണം ഇട്ടോളൂ കേട്ടോ. കുമ്പളങ്ങയുടെ കഷ്ണം ആദ്യം ഇട്ടു. അതെയോ? അത് ശരി. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ആവശ്യത്തിന് ഉപ്പിട്ടു. വെള്ളം കുറച്ചുകൂടി ഒഴിച്ചു. ഇനിയൊന്നിങ്ങനെ കുലുക്കിയിട്ട് അടുപ്പത്ത് വയ്ക്കാം അല്ലേ? ഇതൊന്ന് വേവട്ടെ. അപ്പോഴേക്കും മാങ്ങ നുറുക്കിക്കോളൂ. 2 പച്ചമാങ്ങ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ അല്ലേ? അത് തൊലി കളഞ്ഞിട്ട് നുറുക്കാം അല്ലേ? പിന്നെ മുരിങ്ങക്കായ നുറുക്കി വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. നമ്മുടെ പരിപ്പും കുമ്പളങ്ങയും വെന്തു. അതിലേക്ക് മുരിങ്ങക്കായ വേഗം വേവും. കാരണം കൊണ്ട് പതുക്കെ ഒരു വിസിൽ വരുമ്പോൾ അപ്പം തന്നെ ഓഫാക്കാം. മാങ്ങ അല്ലേ ജസ്റ്റ്? മാങ്ങ ഇട്ടോ ഇടാം അല്ലേ? അപ്പോൾ ഇനി ഒരു വിസിൽ വരുമ്പോൾ അപ്പം തന്നെ വിസിൽ വരണോ? എന്നിട്ട് അപ്പം തന്നെ കളയാം അല്ലേ? അല്ലെങ്കിൽ അതാകെ പൊളിയും അല്ലാണ്ട്. ഓൺ ചെയ്തു. വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫാക്കിയിട്ട് പെട്ടെന്ന് പ്രഷർ കളയാം. ഓഫാക്കി. ഇനി പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പ്രഷർ കളയാം കേട്ടോ. പ്രഷർ കളഞ്ഞു. ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കളഞ്ഞില്ലെങ്കിൽ ഈ മുരിങ്ങക്കായ അധികം വേവാവും. നോക്കൂ എങ്ങനെയുണ്ടെന്ന്. വെന്തട്ടില്ലേ? നോക്കൂ ഇപ്പോൾ. വെന്തണ്ടല്ലേ? വെന്തട്ടില്ലേ? ഇനി എന്താ ചെയ്യണ്ടേ? തിളച്ചോട്ടെ അല്ലേ? തിളച്ചിട്ട് അപ്പോഴേക്കും വറുത്തണ പണി കഴിഞ്ഞു അല്ലേ ജയശ്രീ? നാളെ ഇറക്കണ്ടല്ലോ. ഉപ്പ് നോക്കിക്കോളോ. ഉപ്പൊക്കെ പാകാം അല്ലേ? പുളിയോ? പുളിയുണ്ട്. വറുത്തിടാൻ നോക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് ഇട്ടു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഉലുവ ഇടണം. ഉലുവ അതിലേ ഇട്ട് കഴിഞ്ഞുള്ളൂ. ഉലുവ ഇട്ടു. വറ്റൽമുളക് 2 എണ്ണം പൊട്ടിച്ചിട്ടോളൂ അല്ലേ? 2 എണ്ണം പൊട്ടിച്ചിടാം. പിന്നെയോ കറിവേപ്പില ഇടണ്ടേ? ഇല്ലേ അവിടെ? കറിവേപ്പില ഇടാം. ഞങ്ങൾ 2 പേരും കൂടിയിട്ടാണ് വയ്ക്കണം കേട്ടോ കൂട്ടാൻ. ഇത് ജയശ്രീയുടെ സ്പെഷ്യൽ കൂട്ടാണ് കേട്ടോ. ഞാൻ 84 അരയ്ക്കാറുണ്ട്.
എൽസ് ടീച്ചർ കൊണ്ടുവന്ന കൂട്ടാനത് കേട്ടോ. വറുത്തിട്ടു. അടച്ചു വെക്കണ്ടേ? അടച്ചു വെച്ചോളൂ. പാത്രപാകം. ചൂടാറണം അല്ലേ പതുക്കെ? സൂപ്പർ കേട്ടോ. ഇങ്ങനത്തെ കൂട്ടായനുസരിച്ചിട്ട് കൊണ്ടുവരാറുണ്ട്. അത് നല്ല ഇഷ്ടം. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നാളികേരം വേണ്ട എന്നുള്ളതാണ് അല്ലേ? ഞാൻ ഉണ്ടാക്കുമ്പോഴേ നാളെ അരയ്ക്കാറുണ്ട്. അപ്പം എന്ന് വെച്ചാണെങ്കിൽ മണ്ണിരിക്കും. ഇത് സൂപ്പറാണ്. ഇത് ഈ പറഞ്ഞ പോലെ കോരി കോരി ഒഴിച്ച് കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നാളികേരം വേണ്ട. ഇത്തിരി പരിപ്പ്, ഇത്തിരി മുരിങ്ങക്കായ, കുമ്പളങ്ങ. ഇനി കുമ്പളങ്ങ ഇല്ലെങ്കിലും മുരിങ്ങക്കായ പരിപ്പും മുരിങ്ങക്കായും മാത്രം മതി അല്ലേ? അപ്പോൾ വെച്ചോളൂട്ടാ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂട്ടാ. ഓക്കെ, ഇനി നമുക്ക് ഊട് കഴിക്കാം കേട്ടോ. കുറച്ച് ചോറ് കൂടുതൽ കൂട്ടാൻ ഇഷ്ടപ്പെട്ട കൂട്ടാനാ. അത് മാത്രം മതി എനിക്ക് കേട്ടോ. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. മാങ്ങയുണ്ടല്ലേ? ഞാൻ മലയാള ശരീരം കൊണ്ട് കൊണ്ടുവരുന്നത് ഇഷ്ടമാണ്. ഇത്തിരി ചോറെടുത്തുള്ളൂ കേട്ടോ. കുറേ കൂട്ടാനുണ്ട്. ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടാനത്. മുരിങ്ങക്കായും മാങ്ങയും കുമ്പളങ്ങ വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. പരിപ്പിട്ടിട്ട് വയ്ക്കാം. ഇപ്പം ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അല്ലേ?